Hi, hello everyone. Welcome back to my channel Flavors and Things by Tanu. Yes guys, ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ്. അല്ലെങ്കിൽ ഇന്നത്തെ എന്റെ വ്ളോഗ് ഒരു സ്പെഷ്യൽ വ്ളോഗ് ആട്ടോ. എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞങ്ങളുടെ വോൾക്കാനോ ഫാമിലിയുടെ ഓണം സെലിബ്രേഷൻ ആണ്. സോ അതാണ് ഈ ഒരു അച്ചേറിലൊക്കെ റെഡി ആയിട്ട് പോകുന്നത്. അപ്പൊ വണ്ടിയിൽ ഇപ്പൊ ഉള്ളത് ഞാനുണ്ട്, ഇക്കയുണ്ട് ആൻഡ് അപ്പുക്കുട്ടൻ ആക്ച്വലി അവിടെ ചതഞ്ഞിരിക്കുന്നുണ്ട്. കാരണം ഞങ്ങളുടെ 2 കുട്ടിമണീസും റയാനും റാഹയും എന്താ വണ്ടി കിടന്നിട്ട് ഭയങ്കര കളിയാണ്, ഭയങ്കര കുരുത്തക്കേട് കാണിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ബാക്കി എല്ലാ ഞങ്ങളുടെ പൂച്ചക്കുട്ടികളും പിന്നെ ഞങ്ങൾക്ക് ഒരു ഹന്നമോളുണ്ട്, അവളെല്ലാരും അങ്ങോട്ട് പോയി, ഡയറക്റ്റ് പോയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ സെലിബ്രേഷൻ എല്ലാ വർഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3-4 years ആയിട്ട് ഞങ്ങൾ ഒരു റിസോർട്ട് എടുത്ത് കുമ്പളങ്ങിയിൽ ഒരു റിസോർട്ടിലാണ് ഞങ്ങൾ എല്ലാ വർഷവും ഓണം സെലിബ്രേഷൻ ഞങ്ങൾ നടത്താറുള്ളത്. അവിടെ സ്റ്റേ ഒക്കെ ചെയ്ത് ഫുഡൊക്കെ ഉണ്ടാക്കി അങ്ങനെയുള്ള കുറച്ച് പ്ലാനിങ് ഒക്കെയാണ് അവിടെ. അപ്പോ പതിവ് പോലെ തന്നെ ഈ വർഷം ഞങ്ങൾ അവിടെ തന്നെ ഗ്യാദർ ചെയ്യാന്നാണ് വിചാരിക്കുന്നത്, അവിടെ കൂടാന്നാണ് വിചാരിക്കുന്നത് ഞങ്ങളുടെ സെലിബ്രേഷൻ. സോ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കണാണ്. കുമ്പളങ്ങിയിലാണ് റിസോർട്ട്. കറക്റ്റ് ലൊക്കേഷൻ ഞാൻ അവിടെ ചെന്നിട്ട് പറയാം. കുമ്പളങ്ങി മൈക്കിൾസ് ലാൻഡ് അവിടെയാണ് ലൊക്കേഷൻ വരുന്നത്. റിസോർട്ടിന്റെ പേര് മൈക്കിൾസ് ലാൻഡ് ആണ്. സോ അപ്പൊ ഒരു ബാക്കിയുള്ളവരൊക്കെ നമ്മുടെ ട്രാവലറിൽ കുറെ പേരൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇനിയിപ്പോ ഞങ്ങളാണ് ലേറ്റ് ആയിട്ട് ഇറങ്ങിയത്. കുറച്ചധികം പണികൾ ഉണ്ടായിരുന്നത് ഞങ്ങൾ തന്നെയാണ്. നൈറ്റുള്ള ഫുഡിന്റെ കാര്യങ്ങളും ലഞ്ച്, ഉച്ചക്കാണ് സദ്യ, വൈകുന്നേരം സദ്യ ഉണ്ടാവില്ലല്ലോ. വൈകുന്നേരം ഞങ്ങൾ തന്നെയാണ് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാരും കൂടെ നിന്ന് ഫുഡൊക്കെ കുക്ക് ചെയ്ത് ഞങ്ങൾ കഴിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പണികള് ഒക്കെ ഉണ്ടായിരുന്നു വീട്ടില്. പിന്നെ റെഡി ആവാനുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. എന്നെ മേക്ക് ഓവർ ഒക്കെ ചെയ്തു തന്നത് എന്റെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ തന്നെയാണ്. എന്റെ ഹെയറും എന്റെ ഡ്രസ്സിങ്ങും സാരിയൊക്കെ എന്നെ ഉടുപ്പിച്ച് അവര് നേരത്തെ പോയി. എന്റെ സിസ്റ്റേഴ്സും ഉണ്ടായിരുന്നു, അവര് നേരത്തെ പോയി. അപ്പൊ ഞങ്ങള് ഓൺ ദ വേ ആണ്. അങ്ങനെ കുറച്ച് ആൾക്കാർ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വന്നോണ്ടിരിക്കുന്നുണ്ട്. അപ്പോ ബാക്കിയെല്ലാം നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ചീത്ത പറഞ്ഞൊരു കണക്കിന് ഇരുത്തിയേക്കണേണ്. അപ്പൊ കൂട്ടാ പറഞ്ഞ നമ്മള് അവരങ്ങനെ വള്ളത്തിലെത്തിയിരിക്കുകയാണ്. നമുക്ക് ഈ ഒരു ഡേ നമുക്ക് ഗിഫ്റ്റ് ചെയ്ത് നമുക്ക് എല്ലാവരും നമ്മൾ എപ്പോഴും പ്രോഗ്രാമിന് പോകണോണ്ട് തന്നെ ഭയങ്കര തിരക്കായിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ ഇങ്ങനൊരു ഡേ നമുക്ക് ഗ്യാദർ ചെയ്യാൻ വേണ്ടി ഈ ഒരു മൊമെന്റ് നമുക്ക് സമ്മാനിച്ച നമ്മുടെ ഇക്കയെ തന്നെ ഈ ഒരു ഓണാഘോഷ പരിപാടികളോട് ഫസ്റ്റ് വെൽക്കം ചെയ്യേണ്ടത് അല്ലേ? അപ്പൊ ഏറ്റവും സ്നേഹത്തോടു കൂടിയും ബഹുമാനത്തോടു കൂടിയും നമ്മുടെ വോൾക്കാനോ പൊന്നാറും 2025 എന്ന ഈ വേദിയിലൊക്കെ നമ്മുടെ
അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മൾ കുറച്ച് ഓണത്തോടനുബന്ധിച്ചിട്ടുള്ള കുറച്ച് ഗെയിംസുകളല്ല, കുറച്ച് മത്സരങ്ങളൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോ അതിന് നിങ്ങൾക്ക് എന്തായാലും വേണ്ടേ? അതിനു വേണ്ടിയിട്ട് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കുറെ തിരക്കുകൾ ഉണ്ടായിട്ട് അത് മാറ്റി വെച്ചിട്ട് വന്നിരിക്കുന്ന രണ്ട് വ്യക്തികളാണെങ്കില് അതില് ആദ്യം ഞാൻ നമ്മുടെ ഗിരീഷേറിനെ കുറിച്ച് പറയാം. ഗിരീഷ് മാസ്റ്റർ നമ്മുടെ ഇടപ്പള്ളിയിലും കാക്കനാടും ജി ഡാൻസ് കമ്പനി എന്ന് പറയുന്ന ഒരു ഡാൻസ് സ്കൂള് സക്സസ്ഫുള്ളി കൊണ്ടുപോകുന്നുണ്ട്. അതുപോലെ തന്നെ ഏഷ്യാനെറ്റിലെ വോഡഫോൺ അക്കാദമിയിലെ കണ്ടസ്റ്റന്റ് കൂടിയാണ് നമ്മുടെ ഗിരീഷേട്ടൻ. ഒരുപാട് സ്കൂളുകളിൽ ഡാൻസ് ഇൻസ്ട്രക്ടർ ആയിട്ടും വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ഗിരീഷേട്ടൻ. അതുപോലെ തന്നെ അടുത്ത നമ്മുടെ ജഡ്ജാണ് നമ്മുടെ അനിൽ മാസ്റ്റർ. അനിലേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ മിട്ടൂടെ പാപ്പനാണ്. പാപ്പൻ എന്ന് പറയുമ്പോൾ എനിക്ക് എന്തായാലും കണക്ഷൻ എന്ന് അറിയില്ല. അച്ഛന്റെ അനിയൻ. ഓക്കെ, ചേട്ടനൊക്കെ കുഞ്ഞിലേ തൊട്ട് തന്നെ ഡാൻസും കാര്യങ്ങളും നമ്മുടെ ഇക്കയുടെ ശിഷ്യനാണ്. അതിലുപരി ചേട്ടൻ ഒരു ആക്ടറാണ്, കൊറിയോഗ്രാഫർ ആണ്, പെർഫോമർ ആണ്. നമ്മുടെ തൃശ്ശൂര് നടന എന്ന് പറയുന്ന ഒരു ഡാൻസ് കമ്പനി നല്ല സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. നമുക്ക് നമ്മുടെ അനിലേറ്റനും ഈ ഒരു ഇവർക്ക് രണ്ടുപേർക്കും ഉണ്ടല്ലോ ഇന്നലെ വോക്കിംഗ് പ്രോഗ്രാം ഉണ്ടായിരുന്നതായിരുന്നു കേട്ടോ. ചേട്ടൻ കൊല്ലത്തുനിന്ന് ഇന്നലെ പ്രോഗ്രാം കഴിഞ്ഞ് വെളുപ്പിന് 4:30ക്കാണ് വീട്ടിൽ എത്തുന്നത്. ഒരുപാട് സന്തോഷം രണ്ടുപേരും ഞങ്ങളുടെ ഈ ഒരു പരിപാടിയിൽ ഭാഗമാവാൻ കഴിഞ്ഞതില്. പിന്നെ എന്താണ്, നമ്മൾ 3 വർഷമായിട്ട് ഇവിടെ സെലിബ്രേഷൻ നമ്മൾ നടത്തുന്നുണ്ട്. 3 years ആയിട്ട് ഉള്ളവരാരെങ്കിലും ഉണ്ടോ? 3 വർഷമായിട്ടുള്ളവരുണ്ട്, 2 വർഷമായിട്ടുള്ളവരുണ്ട്. ഫസ്റ്റ് ടൈം നമ്മുടെ ഈ ഒരു പരിപാടിയിൽ വരുന്ന ആൾക്കാരും ഉണ്ട്. അതുപോലെ ഇത്തവണ നമ്മുടെ വോൾക്കാനോ റെന്റൽ ഷോപ്പിലോട്ട് ഒരുപാട് ചിട്ടയോടും അച്ചടക്കത്തോടും കൂടി നമ്മുടെ ഫാമിലിയിലോട്ട് അതിഥിയായിട്ട് വന്ന ആളാണ് നമ്മുടെ ലീന ചേച്ചി. ലീന ചേച്ചി വെൽക്കം. ലീന ചേച്ചിയുടെ മകളാണത്. പിന്നെ ഞാൻ പുതിയ ആൾക്കാർ എന്താ പറയുന്നത്. അതുപോലെ പിന്നെ ഈ വർഷത്തിൽ നമുക്ക് കുറെ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ട്. അതില് ആരൊക്കെയാണ് ഈ വർഷം സെലിബ്രേഷൻ ആഘോഷിക്കുന്നവര്? അടിപൊളി, കൂടുതൽ ഈ വർഷം ഉള്ളവരാണ്. പിന്നെ നമ്മുടെ റോഷൻ ചേട്ടന്റെ വൈഫും കുട്ടിയാണ്. വെൽക്കം ചെയ്യുന്നു, സ്വാഗതം. ആൻഡ് അതുപോലെ നമ്മുടെ മോട്ടൂന്റെ സിസ്റ്റാണിത്. അതുപോലെ ബ്രദറും വന്നിട്ടുണ്ട്. ഇവരെ നമ്മളിടയ്ക്ക് കാണാറുള്ളതാണ്, പക്ഷെ ആളങ്ങനെ നമ്മൾ കാണാറില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ യാസർ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. കുറച്ച് കാലങ്ങളായിട്ട് ഒരു 2 years ഒന്ന് ജസ്റ്റ് ആളുടെ വർക്കിന്റെ പ്രശ്നങ്ങളായിട്ട് ഇത്തിരി എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കണേന് വെൽക്കം. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കാം. അപ്പൊ നമ്മുടെ ഓണാഘോഷ പരിപാടിയിലോട്ട് പിന്നെ വിളിച്ചു. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും വോൾക്കാനോ പൊന്നോണം 2025 എന്ന ഈ ഓണാഘോഷ പരിപാടിയിലോട്ട് വരട്ടെ.
വരവേൽക്കും ചിങ്ങനിലാവിൽ വൃന്ദാവനിൽ തിരുവോണമേ വരുവില്ലേ നീ തിരുവോണ സദ്യയൊരുക്കാൻ മാറ്റേറും കോടിയുടുത്ത് തുമ്പിപ്പെണ്ണേ അണയില്ലേ നീ തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്ന മുല്ലേ നീ തേച്ചിരിയാലേ പൂച്ചൊരിയൂ നീ പാടി പൊന്നുഞ്ഞാലിലാടി എന്നലെ വാ പൊന്നാനം കുന്നിലടി വാ അത്തപ്പൂവും നുള്ളി വൃത്തപ്പൂവും നുള്ളി തന്നാനം പാടി പൊന്നുഞ്ഞാലിലാടി എന്നലെ വാ ഒന്നാനം കുന്നിലോടി വാ പൂക്കളത്തിൽ നാടിയ പൂവനിൽ ഇത്തിരി പാച്ചുരച്ചാന ഉത്രാട പൂനിലാവേ വാ പൂ വേണം പൂപ്പട വേണം പൂവിളി വേണം ചാത്തിയ കന്നി പൂമകൾ വേണം വേണം പൂപ്പട വേണം പൂവിളി വേണം കൂടാരം ചാത്തിയ കന്നി പൂമകൾ വേണം കുന്നത്തെ കാവിൽ നിന്നും തേവരുതാഴി എടുന്നുള്ളുന്നേ ഓരോരം മഞ്ചൽ മൂടിപ്പോരുന്നുണ്ടേ മൂടിപ്പോരുന്നുണ്ടേ പൂവേണം പൂപ്പട വേണം പൂവിളി വേണം കൂടാരം ചാത്തിയ കന്നി പൂമകൾ വേണം തിരുവാവണിരാവ് മനസാകി നിലാവ് മലയാള ചുണ്ടിൽ മലരോടപ്പാട്ട് തിരുവാവണിരാവ് മനസാകി നിലാവ് മലയാള ചുണ്ടിൽ മലരോടപ്പാട്ട് മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ മാവേലി തമ്പ്രാന്റെ വരവായാൻ ചൊല്ല് തിരുവാവണിരാവ് മനസാകി നിലാവ് മലയാള ചുണ്ടിൽ മലരോടപ്പാട്ട് പൂവേ പൊലി പൂവേ പൊലി പൂവേ 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 പൊലി പൂവേ 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 പൊലി പൂവേ പൊലി പൂവേ 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 പൊലി പൂവേ പൂവേ പാതിരാപ്പൂ വേണം ആതിരാരാവ് വേണം പാതിരാപ്പൂ വേണം ആതിരാരാവ് വേണം പാടിക്കളിക്കുവാനായാലിമാർ വേണം തുഴക്കാരൻ പതു വേണം തോണികളായിരമായിരം വേണം കായലിലോളം തുള്ളുമ്പോൾ പാതിരാപ്പൂ വേണം ആതിരാരാവ് വേണം പാതിരാപ്പൂ വേണം ആതിരാരാവ് വേണം പാടിക്കളിക്കുവാനായാലിമാർ വേണം തുഴക്കാരൻ പതു വേണം തോണികളായിരം ആയിരം വേണം കായലിലോളം തുള്ളുമ്പോൾ ദിത്തിത്താരാ ദിത്തിത്തേ ദിത്തേ വലവേ ദേവോ ദിത്തിത്താരാ ദിത്തിത്തേ ദിത്തേ വലവേ ദേവോ ദിത്തിത്താരാ ദിത്തിത്തേ ദിത്തേ വലവേ ദേവോ ഹാപ്പി ഓണം. ഓക്കെ, നമ്മുടെ ടീം ജല്ലിക്കൽ അവതരിപ്പിക്കുന്നത് ഓണ കോൽക്കളി പാട്ട്. ഓണക്കോൽക്കളി പാട്ട് ക്ലിയർ ആയല്ല? ഓക്കെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഓണം. അപ്പോ
മധുര നാരങ്ങ കളിച്ചിറക്കണ രസമവർക്ക് തോന്നിട്ട് എന്താരാ കൊച്ചിങ്ങ മാസത്തിലെ തിരുവോണം ആണ്ടിലൊരിക്കൽ വരും തിരുവോണം മാവേലി തങ്കതമായ പുരോണം മാവേലി മന്നൻ വരും തിരുവോണം എല്ലാരും ഘോഷിക്കും ഉത്സാഹമായി കൊന്നോണ പാട്ടുപാടാം തെയ്യന്താരാ പാവാട ധരിച്ച പെണ്ണുങ്ങൾ ഇന്നും കഥകുള്ളത് പറഞ്ഞ് ആകുന്ന ശീലയാൽ കെട്ടി ഒതുക്കി കുട്ടിക്കുറാപ്പോടത്തെ ചുമിനുക്കി കളികളിങ്ങനെ തുടരും നേരം കഥ മറന്നൊരു കുസുതി പെണ്ണ് കാലിക്കു കെട്ടിയൊരുത്തനെ നോക്കി ചിരിക്കണമെന്ന് മനസ്സിലൊത്ത് അത് കണ്ടു ചില വയസ്സന്മാരുടെ മനസ്സിലാക്കി പോയിട്ട് എന്താരാ അത് കണ്ടു ചില ചെറുപ്പക്കാരുടെ മനസ്സിലാക്കി പോയിട്ട് എന്താരാ മധുര നാരങ്ങ കാണിച്ചിറക്കണ സമവർക്ക് തോന്നിയിട്ട് എന്താരാ പഞ്ചാപാണ്ഡവരൈവര് കൂടെ കൂടെ കൈവര് ഭാഗത്ത് നമ്മൾക്കൊന്നു കാളിക്കണം തോലാടിക്ക് നീതകരുതേ പാടിലൊരു പാടു വെട്ടേ നാല് വന്നൽ കാലേ കാലു തേടി വെട്ടേ നാല് വന്നൽ കാൽ തോണു വെട്ടി തുമ്പൊഴിച്ചു തോണു നാല് കാലു വെച്ചു തോണു വെട്ടി തുമ്പൊഴിച്ചു തോണു നാല് കാലു വെച്ചു ഉത്തരങ്ങൾ നാലും വെച്ച് കടുപ്പോലും ഗോത്രേ അമ്പിളിക്കല പോലെ മനത്താടുകയും പൈങ്കിലേ നാടുക പാട്ടു പാടുക പാട്ടു പാടുക പൈങ്കിലേ പൈങ്കിലേ അങ്ങ് ദൂരെ പൂമ അനന്തിന്നാരോ അതല്ലായി കടവത്ത് കല്ലിന്റെ മൂനം പത്ത് കപ്പക്കാരൻ കുഞ്ഞി പോകരുതാതിയേറാം ഓണപ്പാട്ട് മത്സരമാണ് അടുത്ത ഓണത്തിന് ഈ ടീമിന് പോകാൻ സാധ്യതയുണ്ട്. മാവേലി മന്നൻ മഹാബലി മന്നൻ ഓൾക്കാന ഓണമായ ഘോഷിക്കുവാനായി മന്നൻ മഹാബലി മന്നൻ ഓൾക്കാന ഓണമായ
ആഘോഷിക്കുവാനായി എല്ലാവരും ആഘോഷിക്കുവാനായി പാട്ടുപാടണം നൃത്തമാടണം എല്ലാവരും ആഘോഷിക്കാനായി പാട്ടുപാടണം നൃത്തമാടണം മാവേലി മന്നൻ മാവേലി മന്നൻ മാവേലി മന്നൻ മാവേലി മന്നൻ മാവേലി മന്നൻ മാവേലി മന്നൻ കൊട്ടാര ഓണമായി ആഘോഷിച്ചിടുന്നേ ഞാൻ സദ്യയൊക്കെ കഴിച്ചിട്ട് നിൽക്കുന്നത്. ഞാൻ വന്ന സമയത്ത് വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചു, പക്ഷെ ഒന്നും നടന്നില്ല. നിങ്ങൾക്ക് ഇനി നിങ്ങൾ ലൊക്കേഷൻ ഒന്ന് കാണിച്ചു തരാനേ പറ്റില്ല. ഞാൻ 10 മിനിറ്റ് എല്ലാം പറഞ്ഞതുപോലെ നമ്മുടെ റിസോർട്ടിന്റെ പേര് മൈക്കിൾസ് ലഞ്ച് കുമ്പളങ്ങിയിലാണ്. ഇപ്പൊ എന്തോ അവിടെയൊക്കെ റോഡ് പണി നടക്കുന്നതുകൊണ്ട് ഞങ്ങള് കുറച്ച് സ്പേസ് കിട്ടി. ഇപ്പൊ കാറും ട്രാവലറൊന്നും 4 വീലേഴ്സ് ഒന്നും പോകത്തില്ല, പക്ഷെ 2 വീലേഴ്സ് പോകും. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല വെയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളിതാ ആ റൂട്ട് ആ കടൽ കായല് അങ്ങനെ കറങ്ങി ആ കായല് വഴി കറങ്ങി അവിടെ വന്നെത്തി. ഇപ്പൊ മൂന്നര മണി സമയമായിട്ടുണ്ട്. നമ്മൾ സെലിബ്രേഷൻ തുടങ്ങാൻ ടൈം സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങള് നൈറ്റ് എല്ലാരും കൂടെ ഇരുന്ന് ഗ്യാദർ ചെയ്യുന്ന ഒരു സ്പേസ് ആണ് അത്. പിന്നെ ഭയങ്കര ബ്യൂട്ടി ആട്ടോ. ഒരു ഈവനിങ് ഒക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് വെയിലൊക്കെ ഒന്ന് കുറച്ചും കൂടെ താന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഒരു വൈബേ മാറും. ചുറ്റും കായലാണ്, കായൽ കൊണ്ട് കവർ ചെയ്തിട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ്. എന്റെ ഒരു സിസ്റ്റർ തച്ചു. പിന്നെ ഞങ്ങൾക്ക് കുറെ ഗെയിംസുകളൊക്കെ സെലിബ്രേഷനിലെ പ്ലാനിങ്ങുകൾ ഉണ്ടായി. എല്ലാം കഴിഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, സദ്യ കഴിച്ചിട്ടാണ് ഞാനൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയിട്ട് വരുന്നത്. കാരണം എല്ലാ പ്രാവശ്യത്തെ പോലെ തന്നെ ഈ പ്രാവശ്യം ഞങ്ങൾ തുടങ്ങാനിട്ട് ലേറ്റ് ആയെങ്കിലും ഉള്ള പരിപാടികളൊക്കെ നല്ല ഗംഭീരമായിട്ട് തകൃതിയായിട്ട് അങ്ങനെ നടന്നു പോകുന്നുണ്ട്. ഇവിടെ ഇല്ലില്ല. ഹായ്, എന്റെ വേറൊരു സിസ്റ്ററാണ് ഇത്, ടച്ച്. ഇവളൊക്കെ ഉണ്ടായിരുന്നു മറ്റേ മലയാളി മംഗ ഐക്കോണിക് ഫെയർ റൗണ്ട് എന്നൊക്കെ പറഞ്ഞ് കുറെ മത്സരങ്ങളൊക്കെ ഉണ്ട്, ഓണത്തോടനുബന്ധിച്ചുള്ള കുറച്ച് മത്സരങ്ങളൊക്കെ. അപ്പൊ അതിന്റെ പാർട്ടിസിപ്പേഷന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു അറ്റാറലും വേഷത്തിലൊക്കെ വന്നിരിക്കുന്നത്. ഇവള് മാത്രമല്ല, ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും ഉണ്ട്. പിന്നെ ഈ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത് എന്റെ കുഞ്ഞു സിസ്റ്ററാണ്. ഞാൻ കാണിച്ചു തരാം. ഇതാണ് എന്റെ 2 ചക്കര സുന്ദരിമാരാണ്. അപ്പൊ ഞങ്ങള് എല്ലാവരും
ലഞ്ച് കഴിച്ച് ഒരു ബാച്ച് കഴിക്കാൻ ഇരിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് സദ്യയുടെ കുറച്ച് ഭാഗമായിട്ട് അവിടെ ഇവിടെ ആയിട്ടൊക്കെ എല്ലാവരും ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞ് പെട്ടെന്ന് ഇറങ്ങിയതാണ്. അത് വ്ലോഗ് എടുത്തു തുടങ്ങിയതല്ലേ. അപ്പൊ നിങ്ങൾക്ക് അറിയണ്ടേ എന്തൊക്കെയാണ് ഇവിടുത്തെ പരിപാടികൾ എന്നൊക്കെ. ഇനി ഗെയിംസുകളൊക്കെ ഉണ്ട്, ഗെയിംസുകൾ കാണിക്കണം. സോ നമുക്ക് ഗെയിമുകളൊക്കെ ഇനി വരുന്ന മത്സരങ്ങളൊക്കെ കാണാം. എന്റെ പേര് ദയാന. ഞങ്ങളിപ്പോ ഐക്കോണിക് പെയറിന്റെ ഒരു പ്രശ്നം ചെയ്യാമോ? ഐക്കോണിക് പെയർ ദിലീപും കാവ്യാമുണ്ട്. ഞാൻ കേട്ടത് സത്യമാണോ? മാധവൻ എന്നോട് ശരിക്കും ഇഷ്ടം? പ്രേമം? കുറ്റബോധം കാരണം മാധവൻ ഏതോ യന്ത്രമായി പോയെന്ന് പറഞ്ഞു. ഏത് കമ്പനിയുടെ യന്ത്ര? പക്ഷെ എനിക്കാ പഴയ മീശ മാധവനെ ഇഷ്ടം. ഏത് വെല്ലുവിളിയും സ്വീകരിക്കുന്ന കായങ്ങളും കൊച്ചിയുടെ പിന്മുറക്കാരനാണ് മീശ. മാധവൻ ഒരിക്കൽ കൂടി എന്റെ വ്യക്തന്റെ കാര്യം ഓടിക്കണം. ഒരു ആൺകുട്ടിയാണ് തെളിയിക്കാൻ എന്റെ ഒരു മനസ്സമാധാനത്തിനാ. അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഞാൻ കരുതും അന്ന് വലയിൽ കുരുങ്ങിയത് പിന്നെ മാധവൻ പേടി തുറിയായി പോയി. അയ്യോ അങ്ങനെ പറയരുത് പ്ലീസ്. ഒറിജിനലായിട്ട് പറഞ്ഞാണോ?
ബേസ് 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 ഉണ്ട് ബേസ്. സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അമൃതമായി എന്റെ ആരാധ്യത. ഞാൻ പാടുന്ന ഇടയ്ക്ക് പൊന്നാര, ജണ്ട്, റീത്ത്, ഹാരം, നോട്ടുമാല, നാരങ്ങ എന്നിവയൊക്കെ നൽകി എന്നെ സ്നേഹം കൊണ്ട് വീർപ്പൂട്ടിക്കരുതേ എന്നെ അപേക്ഷിക്കുകയാണ്. രാത്രികൾ പകലുകളാക്കി, പകലുകൾ രാത്രികളാക്കി, ഏകാന്തതയുടെ നിശബ്ദതയിൽ കൊണ്ട് പെറുക്കിയെടുത്ത ഈ കാലത്തിന് പണ്ടെങ്ങോ കേട്ട് മറന്ന ഏതെങ്കിലും ഒരു പാട്ടുമായി സാമ്യം തോന്നിയാൽ അത് കേവലം യാദൃച്ഛികം മാത്രമാണ്. ഞാൻ പറഞ്ഞിട്ടേ എന്റെ പുതിയ ഗാനം കേട്ടോ. പങ്കരി പെണ്ണെ പാലൊന്നു തായോ, പാലത്തിൽ കൂടെ പാഞ്ഞൊന്നു ആയോ എന്നിട്ട് പാപ്പാ പാട്ടം. ഇത്തവണത്തെ വെള്ളപ്പൊക്കത്തിൽ ഞങ്ങളുടെ വീടും കന്നുകാലിയുടെ വെള്ളം ഒളിച്ചു പോയി. ഇത് വാർത്താൻ ഞങ്ങൾക്ക് വേറെ ഒരു മാർഗമുള്ള ജീവിക്കാൻ. അതിന് നിങ്ങൾ സംഭാവന അഭ്യർത്ഥി സഹായി. അതുകൊണ്ട് നിങ്ങൾ സംഭാവന തന്ന് സഹായിക്കണം. Nalikai guna beri, kalau di guna baru mati. എന്താ റിലീസ് കിട്ടിയതിന്റെ നന്ദി പ്രാർത്ഥന? ഇത് കുമുദത്തിന് വേണ്ടിയാ. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച നമുക്ക് വേണ്ടപ്പെട്ടവരുടെ വിവാഹം എളുപ്പം നടക്കുമെന്നാണ് ഒരു മെത്ത്. അവൾക്ക് പാവം നല്ല വിഷമമുണ്ട്. പ്രായം കൂടുതലേ. തടിയും കുറച്ച് ഓവറാ. പേരറിയാത്ത ദേവി അതങ്ങ് നടത്തിക്കൊടുത്തു. ആ പാവം ഗൗണ്ടറുടെ ഒരേ ഒരു പ്രശ്നമാണ് നീണ്ടു പോകുന്ന സഹോദരിയുടെ വിവാഹം.
ഞാനുകൂടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഫലം ഉണ്ടായെന്നറിഞ്ഞാൽ ഞാൻ തന്നെ അറിയിക്കാം. ഇല്ല, വളരെ ലേറ്റായി ചെന്ന ഒരു നിവേദനമുണ്ട് ഈ ദേവിയുടെ മുന്നിൽ. വളരെ വളരെ ലേറ്റ്. പാവം, ദേവി കൈമലർത്തി കാണിച്ചു കാണും. ആരോട്? കുമുദത്തിനോട്. അവൾ എന്ത് പ്രാർത്ഥിച്ചു? ഒരു വിവാഹം നടക്കാൻ. വധു ഈ ജാനകി, വരൻ ഈ രാവണൻ. കച്ചവടത്തിന്റെ നേരും നിറയും. വാക്ക് പറഞ്ഞുപോയി. നിന്നെ തിരിച്ചേൽപ്പിക്കാവുന്നു. അതെ, വാക്ക് പാലിക്കണം. ശ്രീനിവാസൻ നമ്പ്യാരോടും വാക്ക് പറഞ്ഞുപോയി. നമുക്ക് വീണ്ടും ജനിക്കാം. ഈസ്റ്റ് കോസ്റ്റ് വിജയന്റെ ആൽബത്തിൽ ഒരു പാട്ടുണ്ട്. നിനക്കായി തോഴി പുനർജനിക്കാം, ഇനിയും ജന്മങ്ങൾ ഒന്ന് ചേരാം. ആലേന, ഒരു നിമിഷത്തിന്റെ സവാരി ഗിരിഗിരി മാറിപ്പോയാൽ ഞാൻ തീരുമാനിച്ചു പോകും, നിന്നെ ആർക്കും കൊടുക്കില്ല. സംഗീത സല്ലാപം അലഞ്ഞൊറിയും ആഷാഢതീരം അതിനമൃതു പെയ്യും ഈ ഏഴാം യാമം. അറിയാതെ അറിയാതെ ഈ പവിഴമാതിങ്കളറിയാതെ അലയാൻ വാ അലിയാൻ വാ ഈ പ്രണയ കൽപ്പത്തിലമരാൻ വാ. സംഗീത സല്ലാപം അലഞ്ഞൊറിയും ആഷാഢതീരം അതിനമൃതു പെയ്യും. അറിയാതെ അറിയാതെ ഈ പവിഴമാതിങ്കളറിയാതെ അലയാൻ വാ അലിയാൻ വാ ഈ പ്രണയ കൽപ്പത്തിലമരാൻ. മനോരഥത്തിൽ മലരോട് മലർത്തൂവും മണിമഞ്ചത്തെ മനോഹരിനി മനോരഥത്തിൽ മലരോട് മലർത്തൂവും മണിമഞ്ചത്തെ മയങ്ങുന്ന മണിവന്നരാരോ ആരാധകനാണോ ഈ ആരാധകനാണോ.
നീ മധുപകരു മലച്ചൊരിയു അനുരാഗ പൗർണമിയേ നീ മോയല്ലേ മറയല്ലേ നീല നിലാവൊളിയേ നീ മധുപകരു മലച്ചൊരിയു അനുരാഗ പൗർണമിയേ ഞാൻ നിന്റെ മടിയിൽ കിടക്കുമ്പോ നിന്റെ മകനാണെന്ന് തോന്നുന്നു. അതെ, എന്റെ മോൻ തന്നെ, എന്റെ പൊന്നു മോൻ. അദ്ദേഹം പലരും ചോദിച്ചു. ഒന്നും ചോദിച്ചില്ല. എന്നാലും നമുക്ക് അദ്ദേഹത്തോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞാലോ? അയ്യോ വേണ്ട, പറയാൻ ഇനിയും സമയമുണ്ടല്ലോ. അതുവരെ നമുക്ക് കാണാതിരിക്കാൻ ശ്രമിക്കാം. മഞ്ഞലയിൽ മുങ്ങിത്തോത്തി കരുമാത ചന്ദ്രിക വന്നു നിന്നെ മാത്രം കണ്ടില്ലല്ലോ നീ മാത്രം വന്നില്ലല്ലോ പ്രേമ ചകോരി 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 മഞ്ഞലയിൽ മുങ്ങിത്തോത്തി കരുമാത ചന്ദ്രിക വന്നു നിന്നെ മാത്രം കണ്ടില്ലല്ലോ നീ മാത്രം വന്നില്ലല്ലോ പ്രേമ ചകോരി ചകോരി ചകോരി. നീ എന്തിനിവിടെ വന്നു? എന്തിനു കരയുന്നു? നീ എല്ലാം നേടി, എനിക്കെല്ലാം നഷ്ടപ്പെട്ടു. കരയേണ്ടത് ഞാനല്ലേ? ഞാൻ കരഞ്ഞാൽ ആര് കേൾക്കാനാണ്? എനിക്കാരുമില്ല. കോപിയേട്ടാ, ഇപ്പൊ എന്നെ കണ്ട എത്ര വയസ്സ് തോന്നിക്കും? ഇങ്ങോട്ട് തിരിഞ്ഞ് 5 പെറ്റതാണെന്ന് പറയും. 13 വയസ്സുള്ള മോന്റെ അമ്മയെന്ന് പറയുമോ? ഇല്ല. പിന്നെ ഒരു 4. അതുമില്ല. ഒന്ന് പറയോ? മുഖത്താണെന്ന് ധരിക്കരുത് കൗസു. ഒരു 2 അത് പറ. പിള്ളേരുടെ അമ്മയാന്ന് പറയാൻ നാണാവുന്നു. നിനക്ക് മാത്രല്ല, എനിക്ക് സ്കൂളിൽ തലയോർത്ത് നടക്കാൻ പറ്റണില്ല. എന്റെ കുറ്റ? പിന്നെ എന്റെ കുറ്റ യമുന എന്ത് ധരിക്കും? ചെലപ്പോ ചുരിദാറായിരിക്കും. എന്തിനു വിചാരിക്കും? 5 പിള്ളേരുടെ അമ്മ. ഓ, ദേ നോക്ക്, അവർക്കൊക്കെ 2 ഉള്ളൂ. നമുക്കും അത് മതി എന്ന് വെച്ച് 3 കുട്ടികളെ കളയാൻ പറ്റുമോ കൗസു? കളയണ്ട. യമുന വരുമ്പോ നമുക്ക് 2 പിള്ളേരെ ഉള്ളെന്ന് പറഞ്ഞാൽ മതി. 3 പേരെ 3 പേരെ മുറിയിലിട്ട് കൂട്ടാം. കൗസു മിണ്ടാതിരുന്നാ മതി. കല്യാണി, ശശികുട്ട, ശങ്കര. പുഞ്ചിരിക്കും മൈനയോ അഞ്ജലിയും ലൈലയോ
കൊച്ചനുണ്ടല്ലോ താമരപ്പൊട്ടും തൊട്ടാപാടിയും കൂടി അരച്ച ഒരു പ്രയോഗമുണ്ട്. പൊടിഞ്ഞു കുത്തി എന്റെ പുറ നടക്കും. മൂത്ത താമരത്തിന്റെ തേടി വിളിക്കുന്നത് വെരി ഇൻട്രസ്റ്റിംഗ്, ഫാന്റാസ്റ്റിക്. താമര, തണ്ടൊടിഞ്ഞ താമര. സാൻ ഫ്രാൻസിസ്കോയിൽ ഇങ്ങനെയല്ല. അതുകൊണ്ടാണല്ലോ ഞാനത് ഷൂട്ട് ചെയ്ത് അവിടെ പോയി കാണിക്കാൻ പോകുന്നത്. അമേരിക്കയിലെ ഫോക്സ് TV തുടങ്ങിയ എല്ലാ ചാനലുകൾക്കും ഞാനത് കൊടുക്കും. അവിടെ ഡൈവേഴ്സ് റേറ്റ് കൂടുതലാണല്ലോ. എന്നിട്ട് ഇത് കണ്ട സായിപ്പും മദാമയും സൂര്യന്റെയും താമരയുടെയും പോലെ ജീവിക്കട്ടെ. പാവം ഗോഡ് സോൺ കൺട്രിയിലെ മാടമ്പി തറവാട്ടിലെ കൈപുണ്യമുള്ള ഒരു ഭദ്രക്കുട്ടിയുടെ വൈദ്യ സിദ്ധാന്തം. താമര താമര വീണല്ലേ? ഞാനും വീണു. ഭദ്ര സ്നേഹിക്കുന്ന പുരുഷൻ എങ്ങനെ ഇരിക്കണം? ഞാൻ സ്നേഹിക്കുന്ന ആള് അല്ല, അപ്പോ അന്ന് ഡയറിക്കകത്ത് എഴുതിയിരുന്നു അമ്മുവിന്റെ കല്യാണത്തിന്റെ കൂടെ എന്റെ കല്യാണം നടക്കുമെന്നൊക്കെ. അത് എന്നാ പിന്നെ എന്റെ ഭദ്രാദേവി എന്റെ ഒരു ആഗ്രഹം സാധിച്ചു തരൂ. എന്താഗ്രഹം? ഇനി ഒന്ന് മാന്ത്രികപുരം കൊണ്ടുപോകും. നമ്മളിവിടെ വന്ന വിവരം അച്ഛൻ അറിയരുത് കേട്ടോ. അച്ഛനെങ്ങാനും അറിഞ്ഞോ? ഇല്ല, ഞാൻ പറയില്ല. എന്നാ ഐശ്വര്യമായിട്ട് സകല നാഗദേവങ്ങളെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ആ പൊത്തിനകത്ത് കൈയിട്ട് താക്കോലിങ്ങെടുത്തേ. ഈ പൊത്തിനകത്ത്? അതെ, ഈ പൊത്തിനകത്ത് കൈയിട്ട് താക്കോലിങ്ങെടുത്തേ. പേടിയുണ്ടോ? പേടിയില്ല, പക്ഷെ പേടിപ്പിക്കാതിരുന്നാ മതി. ഇതാണ് താക്കോൽ. ഈ വിരലിലൊന്ന് തൊടൂ. എന്തിനാ? എന്റെ വിരൽ തുമ്പിൽ തൊട്ടാലേ നാഗമാണിക്യം സ്പർശിക്കാൻ പറ്റും. കുഞ്ഞോട്ടിന്റെ അനുവാദമില്ലാതെ നാഗമാണിക്യം കാണാൻ പറ്റില്ല. ഓ, കുഞ്ഞോട്ട്. അമ്മ പറഞ്ഞിട്ടുണ്ട് കുഞ്ഞോട്ടെ പറ്റി. അതെന്താണെന്നറിയോ കുഞ്ഞോട്ടിനെ? പിന്നെ കുഞ്ഞോട്ടാ, അമ്മ പറയാറുള്ളത് പോലെ ഈ വിളക്കുകൾ പരസ്പരം എന്തോ സംസാരിക്കുന്നുണ്ട്. നമ്മളെ പറ്റിയാണെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു ഐക്കോണിക് പെയർ റൗണ്ട് കഴിഞ്ഞു. ഞങ്ങളുടെ ഐക്കോണിക് പെയർ റൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
നമ്മുടെ മൂവിയിലുള്ള 2 ഐക്കോണിക് പേഴ്സ്, ഇപ്പൊ ദിലീപ്, കാവ്യ മാധവൻ, അങ്ങനെ 2 ഐക്കോണിക് പേഴ്സിനെ കുറിച്ചിട്ട് അവരുടെ സ്കിറ്റോ അല്ലെങ്കിൽ ഡയലോഗ്സ് അല്ലെങ്കിൽ ഡാൻസ് അങ്ങനെ എന്ത് വേണമെങ്കിലും ആ റൗണ്ടിൽ ചെയ്യാം. അപ്പൊ ആ ഒരു മത്സരം അവിടെ ആയിരുന്നു. അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ചെറിയൊരു മഴക്കാറും പിന്നെ ഒരു വെയിലൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങള് കുറച്ച് ഗ്രൗണ്ടിൽ പ്ലാൻ ചെയ്യാൻ വെച്ചിരിക്കുന്ന ഗെയിംസുകൾ ഇപ്പൊ ചെയ്യാന്ന് വിചാരിച്ച്. മത്സരങ്ങളെല്ലാം നല്ല സമൃദ്ധിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാരും അടിപൊളിയായിട്ട് പോകുന്നുണ്ടെല്ലാം. ഇപ്പതാ എല്ലാരും നല്ല കൊലത്തിൽ നിന്നും എല്ലാം ഇപ്പൊ അലമ്പായിട്ടൊക്കെ നടക്കുന്നുണ്ട്. ഇതെന്ത അവരെ അഴിച്ചു വിട്ടിരിക്കുകയാണ് ഗെയിംസ്. അപ്പൊ നമുക്ക് അടുത്ത ഗെയിംസിലോട്ട് പോകാം. അടുത്ത ഗെയിം നമ്മുടെ റണ്ണിങ് റേസ് ആണ്. സ്പെഷ്യൽ ആയിട്ടുള്ള റണ്ണിങ് റേസ് ആണ്. കാരണം നമ്മുടെ ഗെയിം ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ആ സ്റ്റിക്ക് കണ്ടോ, ആ സ്റ്റിക്കിൽ പോയിട്ട് ഒരു 10 റൗണ്ട് ചെയ്തിട്ട് നേരെ ബാക്ക് നമ്മൾ എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്തത് ആ സ്റ്റാർട്ടിംഗ് പോയിന്റിലോട്ട് വരും. പക്ഷെ നമ്മളിങ്ങനെ തല കറങ്ങിയിട്ട് ആ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് എത്തിപ്പെടാന്ന് പറഞ്ഞത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ല. അതാണ് ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ചെറിയൊരു വെയിൽ വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഔട്ട്ഡോർ ഗെയിംസുകളൊക്കെ മഴ വന്നു കഴിഞ്ഞാലും നമുക്ക് കുഴപ്പമില്ലാത്ത ഗെയിംസുകളൊക്കെ നമ്മൾ അവിടെ മുകളിലൊക്കെ ആയിട്ട് ചെയ്യും. നമ്മൾ മഴ വന്നു കഴിഞ്ഞാൽ നമ്മളെ ബാധിക്കുന്ന ഗെയിമുകളൊക്കെ നമ്മളിപ്പോ ഇവിടെ ചെയ്യും. അപ്പൊ ഞങ്ങളുടെ അടുത്ത ഗെയിം കേട്ടോ. സദ്യ കൂട്ടിന് ഒരു പിടി ചോറിന് കൊണ്ട അച്ചാറ് പുളിയ തോരന് വിളമ്പ പുളിശ്ശേരി ഉപ്പേരി പഴത്തിന് കൊടുക്ക കത്തിക്ക് ഓണം എത്തിക്ക് സദ്യ കൂട്ടിന് ഒരു പിടി ചോറിന് കൊണ്ട അച്ചാറ് പുളിയ തോരന് വിളമ്പ പുളിശ്ശേരി ഉപ്പേരി പഴത്തിന് കൊടുക്ക അച്ചപ്പ ചിക്ക കഴിച്ചപ്പ സജ്ജ അച്ചപ്പ ചിക്ക കഴിച്ചപ്പ സജ്ജ അച്ചപ്പ ചിക്ക കഴിച്ചപ്പ സജ്ജ അച്ചപ്പ ചിക്ക കഴിച്ചപ്പ എണ്ണിക്കോട്ടെ എല്ലാവരും. എണ്ണട്ടാ സത്യത്തി അങ്ങനെ ഞങ്ങളുടെ സ്പിന്നിങ് റണ്ണിങ് റേസ് കഴിഞ്ഞിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഗെയിം ഞങ്ങള് കപ്പിൾ റണ്ണിങ് റേസ് ആണ്. വെച്ചാൽ കപ്പിൾസിനെ ക്യാരി ചെയ്തിട്ട് എങ്ങനെ വേണമെങ്കിലും ക്യാരി ചെയ്യാം. ഇങ്ങനെ എടുക്കാം, തോളത്ത് വെക്കാം. അതിൽ ആദ്യം വരുന്ന ആൾക്കാരായിരിക്കും വിന്നത്. അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഗെയിം.
ആ പാട്ട് നോക്കടാ. ഓടി ഓടി ഓടി.
ഹലോ എവരിബഡി. നമ്മൾ നേരത്തെ ഓണാഘോഷ പരിപാടിയിൽ വിട്ടുകളഞ്ഞ ഒരു മെയിൻ പാർട്ട് ഉണ്ടായിരുന്നു. നമ്മുടെ ഓണം സെഗ്മെന്റ് എന്ന് പറഞ്ഞ ഒരു സെഷൻ ഉണ്ടായിരുന്നു. എന്റർടൈൻമെന്റ് സെക്ഷൻ ആട്ടോ, ഓണം സെഗ്മെന്റ് അല്ല, എന്റർടൈൻമെന്റ് സെക്ഷൻ. അപ്പോൾ ടീം 1ന്റെയും ടീം 2യുടെയും കുറെ പെർഫോമൻസുകളൊക്കെ നമ്മൾ സ്കിപ്പ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ ഞങ്ങള് ഫ്രഷപ്പൊക്കെ ആയി നമ്മുടെ പുറത്തുള്ള പ്രോഗ്രാംസുകളൊക്കെ കഴിഞ്ഞു. എല്ലാവരും ആ ഒരു സെഷനും കൂടെ കഴിഞ്ഞിട്ട് ഓവറോള് ടീമിനെ ഫൈനൽ ചെയ്യാന്നൊക്കെ ഉള്ള ഒരു ഇതിലായിരുന്നു. അപ്പൊ അങ്ങനെ അതിന് വേണ്ടിയിട്ട് ടീം 1കാരും ടീം 2കാരൊക്കെ റെഡിയായി ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത അവരുടെ എന്റർടൈൻമെന്റ് സെഗ്മെന്റിലോട്ട് നമുക്ക് കിടക്കാം. അതും കൂടെ നമുക്ക് കടക്കാം. ഇപ്പൊ ഇവിടെ മൊത്തം രാത്രി ആയിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 9:30 മണിയായിട്ടുണ്ട് നൈറ്റ്. അവിടുത്തെ ഒരു ആംബിയൻസ് ഒക്കെ നിങ്ങൾ നോക്കിയാൽ എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പൊ നമുക്ക് അവരുടെ പെർഫോമൻസുകളൊക്കെ കാണാം.
പോലെയുള്ള ഇനിയിപ്പോ മണവാളന്മാരെ പിടിച്ചിട്ട് കെട്ടിക്കോ. പിന്നെ ഈ താടിയും പിന്നരച്ചവന്മാർക്ക് എവിടെ നിന്ന് കിട്ടാനും. നീയും കൊടുക്കാൻ ഫേസ്ബുക്കിലാണില്ല. ഈ ആ കരിമാലൊന്നും ചെറിയ കൊടുക്കണുണ്ടോ? അറിയാമോ അമ്മച്ചിക്ക് ഇങ്ങനെ ഞാൻ തന്നെയാണ് എപ്പോഴും കഴിക്കുന്നത്. ഞാൻ ഡ്രസ് ഇട്ടേക്കണേ. ഞാൻ എപ്പോഴും കട്ടവും ധരിക്കും. ഇനി ഞാൻ കഴിക്കരുത് കേട്ടോ. സൂപ്പർ പെർഫോമൻസ് ആണ്. ഞങ്ങളുടെ കൂപ്പുകൈ. ഇത് ഞങ്ങള് ഒരു ഓട്ടംതുള്ളലാണ് ഇവിടെ അവതരിപ്പിക്കാനായിട്ട് പോകുന്നത്. അപ്പോ ഇതൊരു ആക്ഷേപഹാസ്യമാണ്. പണ്ടത്തെ രാജാക്കന്മാർക്ക് മുന്നിൽ ഒരുപാട് ആളുകള് നടത്തിപ്പോന്ന ഒരു ആക്ഷേപഹാസ്യമാണ് ഈ ഓട്ടംതുള്ളൽ എന്ന് പറയുന്നത്. അപ്പോ അത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ മാത്രം എല്ലാരും എടുക്കണം. ആർക്കും ഞങ്ങളോട് ഇതിന് ശേഷം ഒരു വിരോധവും ഉണ്ടാകാൻ പാടില്ല എന്ന് നേരത്തെ മുൻകൂർ ജാമ്യം എടുത്തുകൊണ്ടിരി. നാരായണ ജയ 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 നാരായണ ജയ. ഓട്ടംതുള്ളൽ ഒന്നാം വട്ടം ഇന്നാവട്ടെ ചേട്ടന്മാരെ. ഓട്ടംതുള്ളൽ ഒന്നാം വട്ടം ഇന്നാവട്ടെ ചേട്ടന്മാരെ. ഓട്ടംതുള്ളൽ ഒന്നാം വട്ടം ഇന്നാവട്ടെ ചേട്ടത്തിമാരെ. ഓട്ടംതുള്ളൽ ഒന്നാം വട്ടം ഇന്നാവട്ടെ ചേട്ടത്തിമാരെ. തേച്ചൊട്ടിക്കല്ലേ ഞങ്ങളെ മൊത്തം കേട്ടത് അപ്പടി വിട്ടിടണമേ. തേച്ചൊട്ടിക്കല്ലേ ഞങ്ങളെ മൊത്തം കേട്ടത് അപ്പടി വിട്ടിടണമേ. കേട്ടത് മുഴുവൻ മനസ്സിൽ വെച്ച് വാക്കുകളൊന്നും കുറയരുതയ്യോ. വാക്കുകൾ അഥവാ കുറഞ്ഞാൽ പിന്നെ മറ്റൊരു ക്ലാസുകൾ കണ്ടെത്തേണം. ലേറ്റായി വരുന്നതിൽ പേര് പറഞ്ഞ് അല്ലേ തന്നെ പേയ്മെന്റ് കട്ടാം. നാരായണ ജയ 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 നാരായണ ജയ. ഇനി നടക്കാൻ പോകുന്നതേ, ഇനി ഞങ്ങൾ പറയാൻ പോകുന്നത് കുറച്ച് ആൾക്കാരെ കുറിച്ചാണ്. ഞങ്ങളത് ഡയറക്റ്റ് നിങ്ങളുടെ അടുത്ത് പറയത്തൊന്നുമില്ല, നിങ്ങൾ അതങ്ങ് മനസ്സിലാക്കി എത്തണം. എല്ലാത്തിനും പരിഹാരവുമായി ടെക്നിക്കേട്ടൻ മെയിൻ ചേട്ടൻ. കോർഡിനേറ്റർ ആരാണേലും എല്ലാ പണിയും ടെക്നിക്കേട്ടൻ. ടിസ്റ്റുകൾ ഇവനുടെ മെയിനായതിനാൽ നാക്കുകൾ പോലും ടിസ്റ്റായിപ്പോയി. ടിസ്റ്റുകൾ ഇവനുടെ മെയിനായതിനാൽ നാക്കുകൾ ഇപ്പോൾ ടിസ്റ്റായിപ്പോയി.
നാരായണ ജയ 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 നാരായണ ജയ. മടിയുടെ കാര്യത്തിൽ ഇവളെ വെല്ലാൻ ആരുണ്ടിയുടെ ഓൾക്കാനോയിൽ ആ മടിയുടെ കാര്യത്തിൽ ഇവളെ വെല്ലാൻ ആരുണ്ടിവിടെ ഓൾക്കാനോയിൽ മടിയാണേലും കോസ്റ്റ്യൂംസ് എല്ലാം നല്ലത് നോക്കി പൂഴ്ത്തി വെക്കും. പ്രായം ഇത്രയായാലെന്താ അവളുടെ മനസ്സിൽ അവളൊരു വാവ. നിഴലാണോ ഇവൾ വാലാണോ ഇവൾ എങ്ങനെ വേണേ നിങ്ങളെടുത്തോ. നിഴലാണോ ഇവൾ വാലാണോ ഇവൾ എങ്ങനെ വേണേ നിങ്ങളെടുത്തോ. നാരായണ ജയ 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 നാരായണ ജയ. പറയും കാര്യം എന്താണേലും കണ്ണു തുറന്നവൾ പറയത്തില്ല. ആ പറയും കാര്യം എന്താണേലും കണ്ണു തുറന്നവൾ പറയത്തില്ല. പറയും കാര്യം ഏതാണേലും കാതു തുറന്നവൾ കേൾക്കത്തുമില്ല. ആരിവിടെന്ത് ചെയ്തെന്നാലും അവസാനം അത് അവളുടെ തലയിൽ. നാരായണ ജയ 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 നാരായണ ജയ. കണ്ടാൽ ഇവനൊരു സുന്ദര കുട്ടൻ വായ തുറന്നാൽ മോശം മോശം. കണ്ടാൽ ഇവനൊരു സുന്ദര കുട്ടൻ വായ തുറന്നാൽ മോശം മോശം. ഇൻസ്റ്റഗ്രാമിൽ റീൽസിൽ വേറെ പെണ്ണുങ്ങളെല്ലാം ക്യൂവാ പുറകെ. നാരായണ ജയ 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 നാരായണ ജയ. ജല്ലിക്കെട്ട് ടീമുണ്ടിവിടെ അവരുടെ തലവൻ ഇവനൊരു മടിയൻ. ജല്ലിക്കെട്ട് ടീമുണ്ടിവിടെ അവരുടെ തലവൻ ഇവനൊരു മടിയൻ. സൈലന്റ് കില്ലർ ഇവനൊരു വില്ലൻ. മുടിയും നീട്ടിയിരിപ്പുണ്ടിവിടെ. എന്തൊരു കാര്യവും എവിടെ നടന്നാലും അപ്പോൾ തന്നെ സ്പോട്ടിൽ പോളാം. നാരായണ ജയ 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 നാരായണ ജയ. മുത്തുമണി പോൽ മുത്തായി നിന്നവൻ ഇപ്പോൾ കുറവാ പ്രോഗ്രാം ചെയ്യാൻ. മുത്തുമണി പോൽ മുത്തായി നിന്നവൻ ഇപ്പോൾ കുറവാ പ്രോഗ്രാം ചെയ്യാൻ. വെള്ളിവിതറും ലക്ഷ്മിക്കുന്നൊരു ചാക്യാർകൂത്തിന് കയ്യടി കൊടുക്കാം. ഓക്കെ, ടീം 1 കഴിഞ്ഞു. ഇനി ടീം 2 ഉണ്ടോ? 1ന്റെ ഇപ്പൊ എത്ര? 2 കഴിഞ്ഞുള്ളൂ. ഇനി പൊന്നാട, ജണ്ട്, റീത്ത്, ഹാരം, നോട്ടുമാല, നാരങ്ങ എന്നിവയൊക്കെ നൽകി എന്നെ സ്നേഹം കൊണ്ട് വീർപ്പൂട്ടിക്കരുതേ എന്നെ അപേക്ഷിക്കുകയാണ്. രാത്രികൾ പകലുകളാക്കി, പകലുകൾ ഗാത്രികളാക്കി ഏകാന്തതയുടെ നിശബ്ദതയിൽ നിന്ന് പെറുക്കിയെടുത്ത ഈ ഗാനത്തിന് പണ്ടെങ്ങോ കേട്ടു മറന്ന ഏതെങ്കിലും ഒരു പാട്ടുമായി സാമ്യം തോന്നിയാൽ
അത് കേവലം യാദൃശ്ചികം മാത്രമാണ്. എന്നെ രക്ഷിക്കുകയാണ്. രാത്രികൾ പകലുകളാക്കി, പകലുകൾ രാത്രികളാക്കി, ഏകാന്തതയുടെ നിശബ്ദതയിൽ നിന്ന് പെറുക്കിയെടുത്ത ഈ ഗാനത്തിന് പണ്ടെങ്ങോ കേട്ടു മറന്ന ഏതെങ്കിലും ഒരു പാട്ടുമായി സാമ്യം തോന്നിയാൽ അത് കേവലം യാദൃശ്ചികം മാത്രമാണ്. ഞാൻ തുടങ്ങട്ടെ. കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കേണ്ട. ഞാനിനി ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്ന ഈ ഒരു ഐറ്റം ആരും വീട്ടിൽ പോയി അനുകരിക്കരുത് എന്ന് അഭ്യർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് കൊച്ചു കുട്ടികൾ. Dance must be I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. Everything I do so instinctive and so passionate. Every word I move so descriptive like an adjective. I got a vendetta against people who patented being negative when you should be getting after it. I got facts over tracks, this and that, spitting slow, spitting fast. അല്ല പാട്ടല്ലേ, കുറച്ച് കളർഫുൾ ആവുമല്ലോ. ബാക്കിൽ ഇങ്ങനെ ഡാൻസ്. അയ്യോ, നിന്റെ ഡാൻസ് കൊണ്ട് തന്നെ ഞാൻ പൊറുതി മുട്ടിയിരിക്കുക. നിനക്കൊക്കെ ചോദിക്കാനും പറയാൻ വീട്ടിലാരുമില്ലേ? പൊടി വീട്ടിൽ പൊടി. முத்தமே சாமியே முட்டுற வரும் திக்கிறனே உன்னை கண்டு விட்டுறனே சேட்டையில சிக்கிறனே கொஞ்சம் கொஞ்சம் மிதந்து போகலே கெஞ்சுறனே
2 സോഡ കിട്ടൻ. എന്താ തണുത്ത സോഡാണോ കൂൾ സോഡാണോ? കൂൾ സോഡ. ബാക്കിയുള്ളവരെ കൂടെ മണ്ടനാക്കാൻ വേണ്ടി. നീ എന്താ ഉദ്ദേശിച്ചത്? തണുത്ത സോഡ എന്ന് പറഞ്ഞാൽ നല്ല കൂളായി. കൂൾ സോഡ അത് കൂള് കുറവായിരിക്കുമല്ലോ ലക്ഷ്മി. മോട്ടോന് വിത്തിൻ 2 monthsനുള്ളിൽ ഒരു ഇന്റർനാഷണൽ തായ്ലൻഡ് ബാങ്കോക്ക് ട്രിപ്പ് നമ്മുടെ വോൾക്കാനോടെ വക ഫ്രീ ആയിട്ട് സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അടുത്ത വർഷം ഈ ഒരു സംഭവം നിങ്ങൾക്കും ആവാം. മോട്ടോ ഒത്തിരി വർഷങ്ങളായിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു പേഴ്സൺ ആണ് കേട്ടോ. ഇത് ഞങ്ങളുടെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് കേട്ടോ. ഞങ്ങളുടെ റാഹമോളൊക്കെ സെലിബ്രേഷൻ കഴിഞ്ഞിട്ട് തളർന്ന് കിടക്കാം. ഞങ്ങളിതാ രാവിലെയൊക്കെ എഴുന്നേച്ച് എല്ലാവരും പോകാനായിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് ഗൈസ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ കൊണ്ടുവന്ന സാധനങ്ങളും അങ്ങനെ മറ്റു പല പ്രോപ്പർട്ടീസൊക്കെ അവിടെ വള്ളം വന്നിട്ടുണ്ട്. വള്ളത്തിൽ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർ ലഗേജും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ പാക്ക് ചെയ്ത ലഗേജസൊക്കെ ആയിട്ട് ഇതാ ആദ്യം ഒരു ട്രിപ്പ് കുറച്ച് പേര് വള്ളത്തിൽ പോയി. ഇതാ ഇപ്പം രണ്ടാമത് ഞങ്ങളുടെ പൂച്ചക്കുട്ടിയും പിന്നെ ഞങ്ങളുടെ ബാക്കി ഡോഗ്സും ഞങ്ങൾ കുറച്ച് പേരായിട്ട് പോവാട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ ഞങ്ങളുടെ സെലിബ്രേഷൻ കൂടെ എല്ലാം ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഞങ്ങൾ ഇവിടുന്ന് അതായിരുന്നു നമ്മുടെ റിസോർട്ട്. ഇവിടുന്ന് കുറച്ച് പേര് പോയി ആദ്യം വള്ളത്തിൽ. ഞങ്ങളിപ്പോ ബാലൻസ് ഉള്ള കുറച്ച് പേരും ഞങ്ങളുടെ ഡോഗ്സും ഇവരൊക്കെ ആയിട്ട് ഇപ്പൊ പോണ് അക്കരെ പോണം. അവിടെ ഞങ്ങളുടെ ട്രാവലറും കാറൊക്കെ കിടക്കുന്നുണ്ട്. ഓണ സെലിബ്രേഷൻ ഒക്കെ അടിപൊളിയായിരുന്നു. എല്ലാരും നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. ഞങ്ങൾ നല്ല തകർത്തു. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് മുന്നിൽ വരുന്നതായിരിക്കും. എല്ലാവർക്കും